محمد المصطفى صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الروح قطبنا قطب الأقطاب غوث العالم سلطان العارفين السيد أحمد الكبير الدفاعي قدس الله سره اللذيذ ونفعنا به في الدارين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ആദ്യമായി ദിക്റാണ്. എല്ലാവരും നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടില്ല. മക്കളെ ഭാഗത്തുനിന്ന് ശബ്ദം ഉണ്ടാകരുത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 إلا الله لا إله 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 إلا الله إله إلا الله لا إله إلا الله لا إله إلا الله لا
മക്കള് ചെല്ലിട്ടില്ലേ? ഷർട്ടൊക്കെ വെക്കണില്ലല്ലോ. ഇതൊക്കെ ഇതിനുള്ള കുറച്ച് ദിക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാട്ടോ. ഉസ്താദുമാരും മറ്റുള്ളവരൊക്കെ ചൊല്ലുമ്പോ ഇതിന്റെ കൂടെ വലിയ ശബ്ദത്തിലില്ല, എന്നാൽ അത് സദസ്സില് കേൾക്കുന്ന രൂപത്തില് ചെല്ലാണ് എല്ലാവരും ഇടാം. അതോ നമ്മളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. നമ്മളെന്തിനെ ജീവിക്കുന്നത്? നാളെ മഹേശ്വര ഈ ലോകം കഴിഞ്ഞാൽ മറ്റൊരു ലോകമുണ്ട് എന്ന് ഉസ്താദ്മാര് പഠിപ്പിച്ചു തരാറില്ല, ഉണ്ടോ? അപ്പൊ ആ ലോകത്തില് നമുക്ക് എന്ത് ചെയ്യണം? സുഖം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവെല്ലാവരും മക്കളൊക്കെ നല്ല ഉഷാറായി നല്ല ഉന്മേഷത്തോടുകൂടെ ദിക്റുകളിൽ പങ്കെടുക്കുക, ചൊല്ലുക. വലിയ ശബ്ദമുണ്ടാക്കുകയും കോലാഹലങ്ങൾ ഉണ്ടാക്കാനല്ല, നമ്മുടെ സദസ്സ് കേൾക്കുന്ന രൂപത്തിലെങ്കിലും കൂടെ ചൊല്ലുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇനി അടുത്ത ദിക്ർ
ലാ മഅബൂദ ഇല്ലല്ലാഹ് ലാ മഅബൂദ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്ന് പറയരുത് ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് അറിയില്ലേ ബാഗ് പഠിച്ചത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പാടുണ്ടോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ജലാലത്തിന്റെ ഇസ്മ അല്ലാഹു അപ്പൊ അതിന്റെ അവസാനത്തെ അക്ഷരം ഹാ ആണ് അപ്പൊ ഹാഇന്റെ ഉച്ചാരണം നമ്മുടെ ഉച്ചാരണത്തിൽ വരണം അപ്പോഴാണ് ആ കലിമ പരിപൂർണമാവുകയുള്ളൂ അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം لا معبود إلا الله 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 معبود إلا الله لا 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 معبود إلا الله الله قبوله മാറാവട്ടെ اللهم اشف أمراضنا يا شافي الأمراض اللهم اشف أمراضنا يا شافي الأمراض اللهم اشف أمراضنا يا شافي الأمراض لا مطلوب إلا الله 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 لا مطلوب إلا الله
لا مطلوب إلا الله لا مطلوب إلا الله لا مطلوب إلا الله لا مطلوب إلا الله لا مطلوب إلا الله അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ കാരുണ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ മഖ്സൂദ ഇല്ലല്ലാഹ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ് لا مقصود إلا الله 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 اللهم حسن مرادنا يا محسن المرادات اللهم حسن مرادنا يا محسن المرادات اللهم حسن مرادنا يا محسن المرادات അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്കൊക്കെ അല്ലാഹു നന്മകളുടെ എല്ലാ കവാടങ്ങളും തുറന്നു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ചെല്ലുന്ന ദിക്റുകൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാന്മാരായ ഔലിയാക്കളെ പറ്റി കേട്ടിട്ടില്ലേ നിങ്ങൾ മക്കളെ? കേട്ടിട്ടുണ്ടാവും. ചരിത്രങ്ങൾ പറഞ്ഞു തരാറില്ലേ? അത് കുറച്ചു കഴിഞ്ഞിട്ട് ചെറിയൊരു ചരിത്രം പറഞ്ഞു തരാം കേട്ടോ. ഷേഖ് തങ്ങളുടെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു തരാം. അപ്പൊ നമ്മളിനി ദിക്റുകളൊക്കെ ചെല്ലുമ്പോ നേരത്തെ അച്ചടക്കത്തോടുകൂടെ ഇരുന്ന് ചെല്ലണം. പഠിച്ചത് നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് ഇപ്പൊ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചപ്പോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ വീട്ടിലുള്ള ഉമ്മ ഉപ്പ ഉമ്മുമ്മ ഉപ്പ ഇവർക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം പറഞ്ഞ് ഇറങ്ങണം. ഇതല്ലേ മര്യാദ? നമ്മൾ ചെല്ലാറുണ്ടോ? വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഉമ്മാക്ക് സലാം പറഞ്ഞു പോരാറുണ്ടോ? ഉമ്മാക്ക് സലാം മാത്രം പറഞ്ഞാൽ പോരാ, ഉമ്മയുടെ കൈ പിടിച്ച് സലാം പറഞ്ഞ് ഉമ്മാക്കൊരു ചുംബനമൊക്കെ നൽകി ഉമ്മയുടെ മനസ്സ് സന്തോഷിപ്പിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ്സിലേക്ക്, മദ്രസയിലേക്കായാലും ട്യൂഷനായാലും സ്കൂളിലേക്കായാലും പോകുമ്പോഴൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടതല്ലേ? നബിയോട് ഒരിക്കലും സഹാബി ചോദിച്ചിരുന്ന ഏറ്റവും കൂടുതൽ ഖിദ്മത്ത് ചെയ്യേണ്ടത് ആർക്കാണ് നബിയെ എന്ന് നബിയോട് ഒരു സഹാബി 4 പ്രാവശ്യം ചോദിച്ചു. എത്ര പ്രാവശ്യം ചോദിച്ചു? പറഞ്ഞ ഉറക്കം പറ എല്ലാവരും. 4 പ്രാവശ്യം. ഇതിൽ 3 പ്രാവശ്യവും
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആർക്ക് ഗുണം ചെയ്യാനാണ് പറഞ്ഞ? ഉമ്മാക്ക്. ആർക്കാണ്? 3 പ്രാവശ്യം റസൂല് അടുപ്പിച്ച് പറഞ്ഞത് നിന്റെ ഉമ്മാക്ക് നീ ഗുണം ചെയ്യുക, ഉമ്മാക്ക് ഗുണം ചെയ്യുക, ഉമ്മാക്ക് ഗുണം ചെയ്യുക. 4-മത്തെ പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിന്റെ ഉപ്പാക്ക് നീ ഗുണം ചെയ്യുക. അപ്പോ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ച വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും അത്രമാത്രമുണ്ട്. ഉപ്പ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നില്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള 2 വാതിലുകളാണ് ആര്? ഉമ്മയോ ഉപ്പയോ. ആ വാതിലിൽ കൂടെ അല്ലാതെ നമുക്ക് ആർക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്നാണ് ഹബീബായ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പഠിക്കല് മാത്രമല്ല, ഉസ്താദുമാര് മദ്രസയിൽ നിന്ന് എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് വലത് ചെവിയിലൂടെ കേട്ട് ഇടത് ചെവിയിലൂടെ പുറത്തേക്ക് വിടാനുള്ളതാണോ? അല്ല. അത് എന്തിനുള്ളതാണ്? ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ളതാണ്. നമ്മൾ നന്നാകുവാൻ ഉതകുന്ന അറിവ് ഏത് അറിവാണ്? മതപരമായ അറിവ്. ഏതാണ്? മതപരമായ അറിവ്. മദ്രസ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം വേണ്ട എന്നാണോ ആരെങ്കിലും ആവശ്യപ്പെടുന്നത്? അതാരും പറയാറില്ല. പക്ഷെ നമ്മൾ എപ്പോഴും പ്രാധാന്യം കൽപ്പിക്കേണ്ട അറിവ് ഏതാണ് എന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് പറ. മദ്രസ അല്ലെ എന്ന് പറഞ്ഞാൽ മതപരമായ അറിവ്. ആ അറിവ് പഠിക്കുമ്പോഴാണ് നമുക്ക് ഓരോ വ്യക്തികളെയും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഉമ്മയോട് എങ്ങനെ പെരുമാറണം, ഉപ്പയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഉസ്താദുമാരുടെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്നൊക്കെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാം പഠിപ്പിക്കുന്നത് എവിടെയാണ്? മദ്രസയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ എല്ലാ അർത്ഥത്തിലും പ്രാധാന്യം കൽപ്പിക്കേണ്ട അറിവാണ് മദ്രസ വിദ്യാഭ്യാസം. അത് ഇല്ലാത്തവൻ ഈ ലോകത്തും നാളെ അള്ളാഹുവിന്റെ അടുത്ത് വരുമ്പോഴും പരാജയപ്പെടും. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുമാറാവട്ടെ. അപ്പൊ എല്ലാവരും മക്കളും മനസ്സിൽ കരുതുക, ഈ റിഫയർ ഷെയ്ഖിന്റെ പേരുള്ള ഈ റാത്തീബിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ എന്നെ ഈ ലോകത്തും നാളെ പരലോകത്തും എല്ലാവർക്കും ഉപകരിക്കുന്ന നല്ല കുട്ടികളാക്കണേ എന്ന് എല്ലാവരും മനസ്സിൽ നിയ്യത്ത് ചെയ്യാം. മദ്രസകളിലും സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന വിഷയങ്ങളിലും പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം കൈവരിക്കാനും ഒക്കെ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായി ദുആ ചെയ്യുക, ദിക്റിൽ പങ്കെടുക്കുക. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയുള്ളത് ഇല്ലാ ഹുവ. എങ്ങനെയാണ്? ഇല്ലാ ഹുവ എന്നാണ് ഇസ്മ. ചൊല്ലുമ്പോൾ എങ്ങനെ ചൊല്ലേണ്ടത്? ഇല്ലാഹു. എങ്ങനെ? ഇല്ലാഹു. ഇല്ലാഹു എന്ന് പറയുന്നത് ഇല്ലാഹു ആണ് കേട്ടോ. ഇല്ലാഹു ചെല്ലല്ലേ? എല്ലാരും കൂടെ ചെല്ലണം കേട്ടോ. ഇല്ലാഹു 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 ഇല്ലാഹു
ഇല്ലാഹു ഇല്ലാഹു ഇല്ലാഹു ഇല്ലാഹു ഇല്ലാഹു ഇല്ലാഹു ഇല്ലാഹു. അടുത്തത് യാ ഹൂ 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 Yahoo, 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 Yahoo. Allahu, 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 Allahu. Allahu, 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 Allahu. Allahu, 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 Allahu. Ho Allah, 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 Ho Allah. إلهي أنت مقصودي ورضاك مطلوبي اللهم ادفع بلياتنا يا نافع البليات. هو 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 Allah
هو الله هو الله هو الله بذكر الله تنمحق الذنوب وتنقطع البصائر والقلوب وذكر الله أفضل كل شيء هذا قال الإله والحبيب يا رحمة الله إني خائف وجلون يا نعمة الله إني مفلس عنيب وسلم دائما أبدا على حبيبك خير الخلق وليس لي عمل ألقى الأليم به سوى محبتك العظمى وإيماني يصل وسلم دائما أبدا على حبيبك خير الخلق كلهم فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني وسلم دائما أبدا على حبيبك خير الخلق كلهم وكن عنايا الذي ما بعده فلس وكن فتاقي من أغلال حصياني مولاي يصل وسلم دائما أبدا على حبيبك خير الخلق كلهم تحية الصمد المولى ورحمته ما غنت البرق من أوراق أغصاني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم عليك يا عروة الوثقى ويا سندي أوفاض من مدعوه روح وريحاني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم കുറച്ചു നേരം എഴുന്നേറ്റ് ചെല്ലാം അല്ലേ? എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നവര് എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും. الله موجود في الوجود 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 الله موجود في الوجود
الله موجود في الوجود الله موجود في الوجود الله موجود في الوجود الله موجود في الوجود الله موجود في الوجود الله موجود في الوجود الله موجود في الوجود الله موجود في الوجود الله موجود في الوجود الله موجود في الوجود الله موجود في الوجود الله موجود في الوجود الله موجود في الوجود الله موجود في الوجود الله موجود في الوجود هو حي 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 يا حي يا حي يا